ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സോണീൻ്റെ തിയേറ്റർ ബാർ സിസ്റ്റം 6 എന്ന് പറഞ്ഞ 5.1 മോഡലാണ്. ഇതാണ് അതിൻ്റെ സൗണ്ട് ബാർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീലും ചെയ്യും. ഇവിടെ ഏറ്റവും സൈഡിലായിട്ട് ഒരു ട്യൂട്ടർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ സെൻട്രൽ ചാനൽ ഒരു സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും വരുന്നുണ്ട്. ഇത്രയുള്ള സൗണ്ട് ബാർ. അതിന് ഏകദേശം ഒരു 3 മീറ്റർ കേബിളും കൂടി അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ റിയർ സ്പീക്കേഴ്സിൻ്റെ കണക്ഷൻ ബോക്സ്. ഇതും അതെ, നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് സോണീൻ്റെ. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയാനില്ല. അതതിൻ്റെ പവർ കേബിളാണ്. അത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അത് റിമൂവ് ചെയ്തെടുത്തതാണ്. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലെ 2 സ്പീക്കർ, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൂടി ഉണ്ട്. ഞാൻ കണക്ട് ചെയ്യുന്നത് നെക്സ്റ്റിൽ കാണിക്കാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് അതിൻ്റെ ബാക്കിലെ റിയർ സ്പീക്കേഴ്സാണ്. അത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഗ്രിൽ ഫിനിഷോട് കൂടിയാണ് വരുന്നത്. അതിലും ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറുമായിട്ടാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രൂ ഓപ്ഷനും ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ഒരു 3-4 മീറ്റേഴ്സ് വരും. അത് അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത്തിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെ മെയിൻ സാധനം സബ് വൂഫർ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് സാധാരണ ഒരു ചെറിയ സബ് വൂഫർ പോലെ തോന്നുമെങ്കിലും ഇത് നേരിട്ട് നിങ്ങൾ ഷോറൂമിലൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമ്മുടെ AVRലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ആക്റ്റീവ് സബ് വൂഫറിൻ്റെ അതേ ഒരു ഫീലുണ്ട്. കാരണം വെയിറ്റ് ആയാലും അതിൻ്റെ ലുക്കായാലും സൈസ് ആയാലും വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൈക്ക് S20R, S40R, 500RF, 700RF ആ മോഡലിലുള്ള സബ് വൂഫറിനേക്കാളും വെച്ച് വെയിറ്റ് കൂടുതലാണ്. അതുമല്ലാതെ അതിൻ്റെ സൈസിലായാലും നല്ല ഡിഫറൻ്റ് ഉണ്ട്. ഇതിൻ്റെ പോർട്ടും കണക്ഷൻ കാര്യങ്ങൾ വരുന്നു. ഓക്സ് കണക്ഷൻ ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, HDMI EARC ഉണ്ട്, പിന്നെ അതിൻ്റെ സ്പീക്കർ കണക്ഷനും പവർ കേബിളും കൊടുക്കുന്നത്. പെൻഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അപ്ഡേഷൻ പർപ്പസ് മാത്രമാണ്. അത് ഓർമ്മ വേണം കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ റിമോട്ടാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റിമോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ റിമോട്ട്. അതിൻ്റെ സൈസ് തന്നെ നോക്കി, പക്ഷേ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ അത് ക്യൂട്ടാണ്. ഭയങ്കര കയ്യിൽ നമുക്ക് പിടിക്കാനും പറ്റിയ ആ ഒരു സൈസിലാണ് ഉള്ളത്. നല്ല രസമുണ്ട്. അത്യാവശ്യം ഇതൊരു വെറൈറ്റി റിമോട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ബാസ് കൺട്രോളിങ്, വോളിയം ഓപ്ഷൻ, പിന്നെ നൈറ്റ് ഓപ്ഷൻ, വോയിസ് മോഡ്, സൗണ്ട് ഫീൽഡ് ഓപ്ഷൻ, ഓഫ് ഓൺ, ഇൻപുട്ട് ഓപ്ഷൻ, പിന്നെ പവർ. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇത് അതിൻ്റെ സൗണ്ട് ബാറൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ TVയിലോട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു സൗണ്ട് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് ഇത് കണക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സൗണ്ട് ബാറിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഇതിലോട്ട് സിമ്പിളാണ്. ഏതൊരു അറിയാത്ത ആൾക്കും യൂസർ മാനുവലിലല്ല, അത് കണക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ടിക്ക് സൗണ്ട് വരും. അപ്പോൾ അത് ഓൾറെഡി കണക്ഷൻ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് HDMI EARCൻ്റെ കണക്ഷൻ കൂടി കൊടുക്കണം. അത് ബോക്സിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. HDMI EARC ആ കേബിൾ തന്നെ യൂസ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ HDMI 2.1 കണക്ഷൻ തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് എഫക്റ്റ് ആവില്ല. ഇനി ബാക്കിലെ സറൗണ്ട് സ്പീക്കർ കണക്ഷൻ ചെയ്യുന്നത് അതും വളരെ സിമ്പിളാണ്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതവിടെ ഫിറ്റ് ആയിക്കോളൂ. ഓക്കെ, അതും നമ്മൾ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റപ്പും കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ്. ഏതൊരു അറിയാത്ത ഒരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സെറ്റപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പീക്കേഴ്സ് വെക്കുന്ന അറേഞ്ച്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ബാക്ക് സീറ്റിങ്ങിൽ ആ ഒരു ഇയർ ലെവലിൽ വേണം ലെഫ്റ്റും റൈറ്റും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൗണ്ട് ബാർ എപ്പോഴും TVയുടെ അടിയിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അത് ഡിസ്റ്റൻസിനൊക്കെ അനുസരിച്ച് നമുക്കത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ഒരു ഇയർ ലെവലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് നമുക്കൊരു പൊസിഷനിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇയർ ലെവലിൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഹൈറ്റിലാണ് ആ സംഭവം സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അത് കേൾക്കാനും നമുക്ക് ഒരു ഫീലും കാര്യങ്ങളും പെർഫെക്റ്റ് ഉണ്ടാവും. പിന്നെ ഓരോ റൂമും കാര്യങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആകുന്നത് ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ കുറച്ച് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും.
കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സൗണ്ട് ടെസ്റ്റിലോട്ട് പോവാം. ഞാനിപ്പോൾ ഡോൾബീൻ്റെ ഒരു ട്രൂ HD ഫയലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ സൗണ്ട് കേട്ട് നോക്കുക, എന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. Prepare to experience something spectacular with the sight and sound of Dolby technology. This is Dolby Atmos. Now, sound moves around you in three-dimensional space with breathtaking audio quality. It brings the on-screen action alive and immerses you in every moment. Whether the soundscape sits in the middle of the scene, Pull your vehicle to the side of the road. Whoa! What is this place? Whoa! Let's go! or captures the full extent Do you want to know my secret? of nature's fury.